എല്ലാവർക്കും നമസ്കാരം. മഞ്ജൂസ് ഹാപ്പിനെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കിണ്ണംകളിയുടെ കുറേ എപ്പിസോഡുകളായിട്ട് നമ്മൾ കിണ്ണംകളി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് നമുക്ക് വീണ്ടും തിരിച്ച് തിരുവാതിരകളിയിലേക്ക് തന്നെ പോകാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പ്രസിദ്ധമായ ഒരു ഗണപതി സരസ്വതി രണ്ടും കൂടെ ഒരുമിച്ചുള്ള ഒരു സ്തുതിയാണ് പഠിക്കാൻ പോകുന്നത്. ഗണപതി സ്തുതിയും സരസ്വതി സ്തുതിയും. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മത്സരങ്ങൾക്കൊക്കെ പോകുമ്പോൾ പ്രത്യേകമായിട്ട് ഗണപതി കളിക്കണം, പ്രത്യേകമായിട്ട് സരസ്വതി കളിക്കണം, അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഒരുമിച്ച് ഇതങ്ങ് പൊക്കോളും. ഓക്കെ, അപ്പം ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ മൊത്തം പാട്ടിൻ്റെ ലിറിക്സ് ഞാൻ ഇടാം. കാരണം ലിറിക്സ് ഞാൻ ഇട്ട് തരാം, ഞാനിതിൻ്റെ കൂടെ പാടിയും ഇടാം. പക്ഷേ സാധാരണഗതിയിൽ നമ്മൾ അതിനകത്ത് ഒരു 8 വരികളാണ് മത്സരങ്ങൾക്കൊക്കെ സമയം കുറയ്ക്കാനായിട്ട് എടുത്ത് കളിക്കാറുള്ളത്. അതല്ലാതെ നമ്മൾ കളിക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് മൊത്തം വരികളും എടുത്ത് കളിക്കാം. എന്നിരുന്നാലും ആദ്യത്തെ 8 വരികളുടെ, ആദ്യത്തെ അല്ല ഇടയ്ക്കു നിന്നുള്ള പ്രസിദ്ധമായ 8 വരികളുടെ ചുവടുകളാണ് ഞാനിത് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്നത്തെയും പോലെ നമുക്ക് ആദ്യം കാൽഭാഗം കാണാം കേട്ടോ. 1, വലത്തെ കാല് 1, അതേ കാല് ഒന്നും കൂടി ചവിട്ടുന്നു, ഇടത്തെ കാല് ബാക്കിൽ വയ്ക്കുന്നു, വലത്തെ കാല് മുൻപിൽ വയ്ക്കുന്നു. ഇനി ബാക്കിലിരിക്കുന്ന ഇടത്തെ കാല് വീണ്ടും കൊണ്ടുവരുന്നു, അത് ഒന്നും കൂടി ചവിട്ടുന്നു, വലത്തെ കാല് ബാക്കിൽ വയ്ക്കുന്നു, ഫ്രണ്ടിൽ വയ്ക്കുന്നു. ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ചുവട്. നോക്കിക്കേ, 1 2 3 4 5 6 7 8. ഇനി സൈഡിലേക്ക് നമ്മൾ ചെരിഞ്ഞ് നിൽക്കുക. എന്നിട്ട് ഇതേ ചുവട് തന്നെ സൈഡിലേക്ക് കളിക്കുക. 1 2 3 4 5 6 7 8. അപ്പോൾ നമ്മളിങ്ങനെ മുൻപോട്ട് നടക്കണം. ഇത്ര നമുക്കൊന്നും കൂടി നോക്കാമേ. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8ന് ആ വലത്തെ കാല് ബാക്കി വെക്കണ്ട, പകരം എന്താ ഇങ്ങനെ ഒന്ന് തിരിഞ്ഞ് മുൻപോട്ടേക്ക് വന്ന് നിൽക്കണം. ഓക്കെ, ഇനി അടുത്ത ചുവട് വലത്തെ കാലും ഇപ്പുറത്തെ ഇടത്തെ സൈഡിലേക്ക് വയ്ക്കുക. 1 2 ബാക്കിയിരിക്കുന്ന കാല് 2 3 4, ഒരേ കാല് തന്നെ. ഇനി ഇടത്തെ കാല് വലത്ത് സൈഡിലോട്ട് വെക്കുന്നു, ബാക്കിയിരിക്കുന്ന കാല് കൊട്ടുന്നു, തിരിച്ചു വെക്കുന്നു, തിരിച്ചു വെക്കുന്നു. എങ്ങനെ നോക്കിക്കേ, 1 2 3 4 5 6 7 8. വീണ്ടും ആദ്യം പഠിച്ച 1 2 3 4 ചുവടില്ലേ, അത് തന്നെ. 1 2 3 4 5 6, അത്ര ചെയ്യാവുള്ളൂ. 7 8 എന്ന് പറഞ്ഞ് തിരിഞ്ഞു വരിക. ക്ലിയർ അല്ലേ? ഇത്രയത്തിൻ്റെ കൈഭാഗം കൂടെ നമുക്കൊന്ന് നോക്കാം. കാൽഭാഗം പഠിച്ചല്ലോ നമ്മളിപ്പോൾ, അതിൻ്റെ കൈയും കൂടെ കൂട്ടി നമുക്കൊന്ന് എടുത്ത് നോക്കാമേ. കൈതാ സൗണ്ട് കേൾപ്പിക്കാൻ പാടില്ല, ഇങ്ങനെ വന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ താഴോട്ടിടുക. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇടുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നോക്കിക്കോണേ. 1 2 3 4 1 2 3 4. അപ്പം അത് പാട്ടിലൂടെ നമുക്ക് നോക്കാം. പരമേശൻ തനയനായി ഇത്ര കളിക്കും. ഇതിലോട്ട് ചെന്ന് നിൽക്കുന്നിട്ട് ഗണപതി ചെയ്യുവാൻ പ്രണമിക്കുന്നേ. കിട്ടിയല്ലോ. അടുത്ത ചുവടിൻ്റെയും കൂടെ കാലം നമ്മൾ പഠിച്ചായിരുന്നു, വളരെ എളുപ്പം കളിക്കാം. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. പാട്ടിൻ്റെ കൂടെ കളിച്ച് നോക്കിയാലോ. റെഡി? 1 2 3 സ്റ്റാർട്ട്. പരമേശൻ തനയനായി ഗണപതി ചെയ്യുവാൻ പ്രണമിക്കുന്നേ. കലവാണി സരസ്വതി കരുണയോ ദടിയൻ്റെ കരടിൽ വന്നു തിരിക്കുവാൻ പ്രണമിക്കുന്നേ.
ഓക്കെ, ഇനി നമുക്ക് ഒരു 4 ലൈനും കൂടെ പഠിക്കാനുണ്ട്. അതിൻ്റെ കാൽഭാഗം ഇങ്ങനെ നോക്കിയിട്ട് വരാം. ഇനി നമ്മൾ പെയർ തിരിഞ്ഞ് നിൽക്കുക, പെയറിനെ നോക്കി നിൽക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം എടുത്തില്ലേ വലത്തെ കാലം മുൻപോട്ട് വരുന്ന സ്റ്റെപ്പില്ലേ, അത് തന്നെ പെയറിനെ നോക്കി കളിക്കുക. 1 2 3 4 5 6 7 8. ഇനി നേരെ തിരിഞ്ഞ് അപ്പുറത്തെ പെയറിലൂടെ കളിക്കുക. അപ്പോഴും നിങ്ങളുടെ ഏത് കാല് തന്നെ വെക്കണം? വലത്തെ കാല് തന്നെ വെക്കണം. 1 2 3 4 5 6 7 8. മനസ്സിലായോ? അപ്പം അത് പാട്ടിൻ്റെ കൂടെ വരുമ്പോൾ എങ്ങനെ വരും നമുക്കൊന്ന് നോക്കാമേ. 1 2 3 സ്റ്റാർട്ട്. പിഴച്ചു ചൂവടെന്നാലും പിഴച്ചു പാടിയെന്നാലും തനനാന. ഓക്കെ, ഇതിൻ്റെ കൈഭാഗം എങ്ങനെ നോക്കിയിട്ട് വരാം. ഇതിൻ്റെ കൈഭാഗം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം നമ്മുടെ പെയറിനെ നോക്കി നിന്നിട്ട് നമ്മുടെ വലത്തെ കാല് മുൻപോട്ട് പോകുമ്പോൾ വലത്തെ കൈയും കൊടുക്കുക. 1, അപ്പോൾ പെയറും കൈ തരുവേ. 1 2 3 4. ഇനി അപ്പുറത്തെ കൈ 5 6 7 8. തിരിഞ്ഞ് വീണ്ടും വലത്തേക്കാലും വലത്തെ കൈയും. 1 2 3 4 5 6 7 8. കേട്ടില്ലേ? ഇനിയും പാട്ട് തീരാൻ പോവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം പഠിച്ച 1 2 3 4 ചുവടില്ലേ, അത് തന്നെ കൈ കൂപ്പി ഒന്ന് കളിക്കും. ഇങ്ങനെയാ നോക്കിക്കേ. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. ഇങ്ങനെ കളിക്കണം. ഓക്കെ അല്ലേ? ഇത്ര നമുക്ക് മൊത്തം പാട്ടിൻ്റെ കൂടെ ഒന്ന് കളിച്ചു നോക്കിയാലോ? ഓക്കെ, ബുക്കും കൂടെ ഞാനൊന്ന് സൈഡിലേക്ക് വെക്കട്ടെ. എനിക്ക് അതിൻ്റെ ലാസ്റ്റത്തെ ലിറിക്സ് അത്ര ക്ലിയർ ആയിട്ട് അറിയില്ല, അതുകൊണ്ടാണ്. ഓക്കെ, 3 2 1 സ്റ്റാർട്ട്. ഫണിഗണമാണിയുന്ന പരമേശൻ തനയനായ ഗണപതി സ്തുതിക്കുവാൻ പ്രണമിക്കുന്നേ. കലവാണി സരസ്വതി കരുണയോ ദടിയന്റെ കരളിൽ വന്നു തിരിക്കുവാൻ പ്രണമിക്കുന്നേ. അവിടെ ഒന്ന് കാണണം കേട്ടോ. ഇനി പേര് പിഴച്ചു ചൂവടെന്നാലും പിഴച്ചു പാടിയെന്നാലും ഒരു കേരമതിനും സഭയിൽ വന്നിരിക്കുന്ന സഭയോഗ്യൻ മറയല്ല സതതം വന്ദിച്ചു ഞങ്ങൾ കളിച്ചിടുന്നേ. ഇതാണ് എൻ്റെ ലിറിക്സ്. ഇതിൽ കുറച്ച് ഭാഗങ്ങൾ, അതായത് മൊത്തം വാക്കുകളും അതുപോലല്ല നമ്മൾ പ്രയോഗിക്കുന്നത്. കാരണം ആ ഈണത്തിൽ ആ സാഹിത്യം കൂടി ഫിറ്റ് ആവണമല്ലോ, അതുകൊണ്ടാണ് ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. എന്നാലും ഏറിയ പങ്കും ഇതുപോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ കൈമണി ഇല്ലാതാണ് ഞാൻ പാടുന്നത്. ജസ്റ്റ് അതിൻ്റെ ലിറിക്സ് എങ്ങനെയാണെന്നും അത് പാടുന്ന രീതി, ഈണം എന്താണെന്നും മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. റെഡി? ഫണിഗണമണിയുന്ന പരമേശൻ തനയനാം ഗണപതി തുണ ചെയ്യുവാൻ പ്രണമിക്കുന്നേൻ. കളവാണി സരസ്വതി കരുണയോടടിയൻ്റെ കരളിൽ വന്നു തിരിക്കുവാൻ പ്രണമിക്കുന്നേൻ. ഇനി ഞാൻ ഇവിടം വരെ കഴിഞ്ഞാൽ, അതായത് ആദ്യത്തെ 4 വരികൾ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പാടാൻ പോകുന്ന ഈ പിഴച്ചു ചുവടെന്നാലും എന്ന് തുടങ്ങുന്ന വരിയാണ്. റെഡി? പിഴച്ചു ചുവടെന്നാലും പിഴച്ചു പാടിയെന്നാലും
പൊറുക്കേണമതിനു ഞാൻ സഭ വന്ദിച്ചേൻ. സഭയിൽ വന്നിരിക്കുന്ന സഭയോഗ്യന്മാരെയെല്ലാം സതതം വന്ദിച്ചു ഞങ്ങൾ കളിച്ചിടുന്നേൻ. ശരിക്കും പറഞ്ഞാൽ ഇത്രയുമാണ് ഞാൻ ചുവടിട്ട് തന്നേക്കുന്നത്. ഇനി ഇതിൻ്റെ ബാക്കിയുമുണ്ട്, ഞാൻ വേണേൽ അതും കൂടി ജസ്റ്റ് ഒന്ന് പാടാം. കരുണാതാരണമമ്മേ തിരുമാന്ധാം കുന്നിൽ വാഴും ഗിരിശരമണിതവ ശരണമമ്മേ. സകല പിഴകളെയും അകലെ കളഞ്ഞുമേലിൽ കുശലം നൽകിടുവാനായി പ്രണമിക്കുന്നേ. അത്രയേ ഉള്ളൂ. നമ്മുടെ വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്, വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും കളിക്കാൻ പറ്റുന്ന ഒരെണ്ണമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ, ഇതിൻ്റെ സ്റ്റെപ്സിൻ്റെ കൂടെ തന്നെ ശരിക്കും ഞാൻ അണയ്ക്കുന്നു, കാരണം കളിക്കുകയും പാടുകയും കൂടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും അങ്ങ് ക്ഷീണിക്കും. ഓക്കെ, ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ അതിൻ്റെ ലിറിക്സും കൂടി ഇട്ട് അതും കൂടി ഒന്ന് പാടി ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി പെട്ടെന്ന് അതൊന്ന് ഫോളോ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നിടം വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇത് അഞ്ജു സുരേഷ്.